പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവംബർ 1 കേരളപ്പിറവിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ഇതിനു മുമ്പ് 6 പാർട്ടുകളാക്കിയിട്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുക. അതും കൂടി പോയി കാണണം. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. 2023 ഇടുക്കിയെ ഏറ്റവും വലിയ ജില്ലയായി പ്രഖ്യാപിച്ചത്. എറണാകുളം ജില്ലയിലെ ഇടമലക്കുടിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇടുക്കിയിലേക്ക് ചേർത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏത്? പാലക്കാട്. 2024 25 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എവിടെയാണ്? എറണാകുളം ജില്ലയിൽ. 5ാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ AI അധ്യാപികയുടെ പേര്? ഐറിസ്. AIൻ്റെ ഫുൾ അറിയില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? നിതിൻ ജാംദാർ. കേരള ഹൈക്കോടതി സ്ഥാപിതമായതെന്ന്? 1956 നവംബർ 1. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആര്? KT കോശി. കേരള സംസ്ഥാനം രൂപം കൊണ്ടതെന്ന്? 1956 നവംബർ 1. 1956 നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം? കേരളം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ എത്ര? ഏതൊക്കെ? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. 13ാമത്തെ ക്വസ്റ്റ്യന്, കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിൽ 1ാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? 1957. 1ാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. എന്നാണ് ഡേറ്റ്? 1967 ആഗസ്റ്റ് 21. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. 5 രൂപയുടെ നാണയത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. 2006 കേട്ടോ. വിദേശ രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണേ. മക്കളെ, അക്ഷരമുറ്റം, പ്രതിഭ, അറിവുത്സവം ഈ 3 ക്വിസിൻ്റെയും ചോദ്യപേപ്പർ, ജില്ലാ ലെവലിലുള്ള ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ PDF ഇനി ഗ്രൂപ്പിൽ തരാം കേട്ടോ. സ്റ്റേറ്റ് ലെവലിലെ ചോദ്യപേപ്പർ വിടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉടൻ തന്നെ നൽകാം കേട്ടോ. അടുത്ത വീഡിയോ സ്റ്റേറ്റ് ലെവൽ ചോദ്യപേപ്പർ ആയിരിക്കും. നമ്മുടെ മണ്ണാർക്കാടുള്ള ഒരു കുട്ടിക്കാണ്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുള്ള കുട്ടിക്കാണ് CH പ്രതിഭയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അറിവുത്സവത്തിന് സെക്കൻഡും, സ്റ്റേറ്റ് ലെവൽ സെക്കൻഡും കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യന്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി? കുമാരനാശാൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത? സിസ്റ്റർ അൽഫോൺസാമ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമടക്കായൽ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്ന നീലപ്പൊന്മാനാണ്. 2024 നെഹ്റു ട്രോഫി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. മക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏത്? ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെ? നെയ്യാർ.
തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാട്ടുംചോല. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഇരവിക്കുളം ദേശീയോദ്യാനം. കേരളത്തിലെ നിത്യഹരിത വനം ഏത്? സൈലന്റ് വാലി. കേരളഗാനം രചിച്ചതാര്? ബോധേശ്വരൻ. ജയ ജയ കേരള കോമളധരണി എന്ന ഗാനം കേട്ടിട്ടില്ലേ? അതാണ് കേരളഗാനം കേട്ടോ. കേരളത്തിൻ്റെ ഭാഷാപ്രതിജ്ഞ എഴുതിയതാര്? MD വാസുദേവൻ നായർ. കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം ഏത്? എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ, മലപ്പുറം ജില്ല. മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച വർഷം 2013. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച കേരളത്തിലെ കലാരൂപങ്ങൾ ഏതെല്ലാം? കൂടിയാട്ടം, മുടിയേറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ? വയനാട്, ഇടുക്കി. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 കിലോമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? ഇടുക്കി. നിത്യഹരിതവനം സൈലന്റ് വാലിയാണ് കേട്ടോ. അത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏത്? മുഴുപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് ഏത്? മുഴുപ്പിലങ്ങാടി ബീച്ച്. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര ഏത്? പശ്ചിമഘട്ടം. കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരൂർ മുതൽ ബേപ്പൂർ വരെ. കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം വിമാനത്താവളം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കണ്ണൂർ. ജനസംഖ്യ കൂടിയ ജില്ല ഏത്? മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? വയനാട്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചതാര്? ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 20. കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്ത് ഏത്? ഇടമലക്കുടി. അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല ഏത്? പാലക്കാട്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല? കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? മലമ്പുഴ ഡാം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി, എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട്? ബാണാസുര സാഗർ, വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്? നെല്ലിയാമ്പതി. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ്സ് ഓഫ് സ്മാൾ തിങ്സ് എന്ന നോവലിൻ്റെ പശ്ചാത്തലം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ല. മീനച്ചിലാറിൻ്റെ തീരം. 70ാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല? എറണാകുളം. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ ദ്വീപ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം? കുട്ടനാട്, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, എറണാകുളം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? മംഗളവനം.
കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? കാസർഗോഡ്. ഓക്കെ മക്കളെ, നന്നായിട്ട് പഠിക്കട്ടോ. നമുക്ക് LSS ക്ലാസ് നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ. മക്കളെ, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യണേ. ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ LSS USS ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ.